അപ്പോൾ നമുക്കിനി കിലോമീറ്ററുകൾ താണ്ടാൻ കിടക്കുവാണ്. ഇവിടുന്ന് പറിച്ച കടല കേട്ടോ, നിലക്കടല. ഇതാണ് ചോളം, കുടിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ആട് നിൽക്കുന്നു. ആടിന്റെ സീസൺ ആവട്ടോ. ഇനി കേരള ടു കാശ്മീർ 2 സൈക്കിൾ വാല വരുന്നുണ്ട് പുറകെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പേരെങ്ങനെയുണ്ട്? ക്ലിൻസ്, ജിൻസൺ. രാവിലെ രണ്ടും കൽപ്പിച്ചാണല്ലോ കടിഞ്ചായ വെക്കുന്നുണ്ട്. മേടം വരുന്നതിന് മുമ്പ് കടിഞ്ചായ വെച്ച് സെറ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ആണോ? ചായപ്പൊടി ആദ്യം ഇട്ടു, പഞ്ചസാര ഇടുന്നതിന് മുമ്പ്. അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അതെ, തിളക്കുന്ന കട്ടൻ ചായ. അതെ, ഇതിനകത്ത് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. പഞ്ചസാര ഗ്ലാസ്സിലിട്ടോ, അതും കുഴപ്പമില്ല. ഈ ട്രിപ്പ് രണ്ടും കൽപ്പിച്ച നീ അങ്ങോട്ട് എന്തൊക്കെ കാണേണ്ടി വരുമോ? കുക്കിംഗ് ഉണ്ടാവോ? അതിൽ ഞാൻ പരാജിതനാണ്. പരാജിതൻ മീൻസ് നല്ല നല്ല ഫുഡ് നമ്മുടെ മെയിൻ ഡ്രൈവർ വെച്ച് തരുമ്പോൾ അത് നോക്കണ്ട. ഓരോരുത്തർ ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഓരോ ടേസ്റ്റാ. എൻ്റെ തന്നെ മേടിക്കണ്ട, ടേസ്റ്റ് കാണത്തില്ല. നോക്കാം. ചായക്കട ചെന്നാലും ഇങ്ങനെയാണല്ലോ പഞ്ചാര അടിക്കുന്നത്. പഞ്ചാര അടിക്കാൻ അറിയോ? ഇങ്ങനെയല്ല അടിച്ചത്. ക്യാമറമാൻ തന്നെ ആദ്യം കുടിച്ചു. നീ കുടിച്ചു നോക്കിയിട്ട് എനിക്ക് എന്നാ പോരെ? റിസ്ക് എടുക്കണോ? കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇഞ്ചി ഇറങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ലേ? ഇല്ല, ആദ്യമായിട്ടാ ഞാൻ വെച്ച സാധനം തന്നെ വലിയ പരാജയം ഇല്ലാതെ പോകുന്നു. രാവിലെ കട്ടൻ ഒരിടത്തോടെ കൂടി. രാവിലെ ചമ്മന്തിപ്പൊടി ഇട്ട കട്ടൻ ചായ വെക്കാത്തത് ഭാഗ്യം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാശ്മീരിലേക്കുള്ള യാത്രയില് നമ്മളിപ്പോൾ കർണാടകയിലാണുള്ളത്. കർണാടകയിലെ ചിത്രദുർഗ എടുക്കാറായി. അപ്പോൾ രാവിലെ ഇവിടെ ഒരു പമ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾ പമ്പിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി. അപ്പോൾ നമുക്കിനി കിലോമീറ്ററുകൾ താണ്ടാൻ കിടക്കുവാണ്. രാവിലെ ഇന്ന് വെയിലൊക്കെ തെളിഞ്ഞു വരുന്നുള്ളൂ. ചെറിയ മൂടലിൻ്റെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ മുല്ലപ്പൂവൊക്കെ അതെ വിരിഞ്ഞു, മുല്ല മൊട്ട് വിരിഞ്ഞു. ഈ മുല്ലപ്പൂവൊക്കെ കുറച്ച് കഴിഞ്ഞ് എടുത്ത് കളയണം കേട്ടോ. മണം രാത്രി എന്റെ പൊന്നെ തല ചകിടിച്ചിട്ട് ഒരു രക്ഷയില്ല. കളഞ്ഞേക്കാൻ നിന്നോട്. പുത്തേട്ട് ട്രാവലോന്റെ കശ്മീർ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കിലോമീറ്റേഴ്സ് കിടക്കുകയാണ്. അതെ അതെ, നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ചെല്ലുമ്പോൾ ഒരു സമയമാവും. സമയമല്ല, കുറെ ദിവസങ്ങൾ എടുക്കും. അതെ, സാധാരണ നമ്മൾ ചെല്ലുന്നേ അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. 1-2 ദിവസത്തെ വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. അതെ, തിരിച്ചു അതുപോലെ ഒരു ദിവസം 2 ദിവസം വ്യത്യാസം, അത്രേ ഉള്ളൂ. ഇപ്പൊ സമയം 8:30 രാവിലെ എപ്പോഴായിരുന്നു അവിടെ കൊണ്ട് നിർത്തി? കുറച്ചു നേരം നമ്മൾ 1.5 മണിക്കൂർ അല്ല, രാവിലെ 3:30 നിർത്തിയിട്ട് 5:30 പിന്നെ അടുത്തത്. ആണോ? എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. ഉറക്കം വരുമ്പോ മസിൽ പിടിച്ചിട്ട് കാര്യമില്ല, എവിടെയെങ്കിലും നിർത്തിയിട്ട് ഉറങ്ങിക്കോണം, അതല്ലേ പറഞ്ഞേ. അതേ ഉള്ളൊരു പരിഹാരം. അതെ, 3:30 വരെ ഓടി, കഴിഞ്ഞ് 2 മണിക്കൂർ കിടന്ന് ഉറങ്ങി. ഉറക്കക്ഷീണം അങ്ങ് പോയി. അതെ, ഉറങ്ങിയെന്ന് പറയാൻ വരട്ടെ, 2 ധ്രുവക്കരടികളാ വണ്ടിക്കകത്ത് കിടക്കുന്നത്. ഏസിയും ഫാനും കൂടെ ഇട്ടിട്ട് ഞാൻ ഇവിടെ കിടന്ന് വിറയ്ക്കുക. അതുകൊണ്ട് 2 കൽപ്പിച്ചുണ്ട് പുതപ്പ് എടുത്തോണ്ടാ വന്നിരിക്കുന്നത്. ഏസിയും ഫാനും കൂടെ വേണ്ടായിരുന്നല്ലോ അല്ലേ? അതെന്നാന്നറിയോ, എ സി കുറച്ച് ഇട്ടിരുന്നോണ്ട് എനിക്ക് വലിയ ആവില്ലായിരുന്നു. നമ്മുടെ മെയിൻ ഡ്രൈവർ പറഞ്ഞ ഫാൻ ഇടാൻ പറഞ്ഞു. ഞാനോർത്ത് രാത്രി തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനോർത്ത് എ സി ഓഫ് ആയിരിക്കും എന്ന് ഓർത്തു. ഞാൻ ഫാൻ ഇട്ടു. ഈ അവസ്ഥയിൽ ഇങ്ങനെയാണ് കാശ്മീരിൽ ചെല്ലുമ്പോൾ ഞാൻ അന്നേരം എ സി ഉണ്ടായിരുന്നു. എ സി ഇല്ലെന്നോർത്ത് ഞാൻ ഫാൻ ഇടാൻ പറഞ്ഞു. എ സി സ്ലീപ്പ് മോഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവസാനം ഈ ബെഡിൽ ഇറങ്ങി നേരെ സീറ്റേ വന്നിരുന്നു. കറക്റ്റ് എ സി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടും തണുപ്പ് മാറുന്നുണ്ടോ? പക്ഷെ നിനക്ക് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റിയല്ല. ചൂടത്ത് ഞാൻ മെനിക്കാന്നുണ്ടല്ലോ ഒരു വിഷയമല്ല. ലോഡ് കയറ്റാൻ പോയ സ്ഥലത്ത് നല്ല വെയിലായിരുന്നു. വണ്ടിക്കകത്ത് ഗ്ലാസ് താത്താതെ കിടന്നുറങ്ങി. ആണോ? നിന്നെ സമ്മതിച്ചു. അതെ അതെ, ഫാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്തവണ ഏത് റൂട്ടിൽ കൂടാ പോകുന്നത്? നമ്മളിപ്പോ പോകുന്നത് പൂനെ ബാംഗ്ലൂർ റോഡിലാ ഉള്ളത്. ചിത്രദുർഗ കഴിഞ്ഞിട്ട് നമ്മള് പഴയ NH-13 അതിലേക്ക് കയറും. നെല്ലൊന്നും അല്ല, വേറെന്ത് ചോളമായിരിക്കും. ഒരു കുഞ്ഞാട്ടിടേനാണ്. അത് ശരിയാണല്ലോ. കൊലാപ്പൂർ, പല്ലവനഹള്ളി. സവോള പറിച്ചൊരുക്കുന്നത്. എവിടെ സൂര്യകാന്തി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്ക്. സവോള എല്ലാം ചാക്കിൽ നിറച്ച് വെച്ചേക്കാണ്. ചിത്രദുർഗ ടൗണിലേക്ക് ലെഫ്റ്റിലേക്ക്. ദാവങ്കരി, ഹോസ്പേട്ട് പൂനെ. നമുക്ക് ഹോസ്പേട്ട പോകണ്ട കേട്ടോ. നല്ലൊരു ബന്ധിത്തോട്ടാണ്. ഇവിടെ രാവിലെ പൂ ഇറുക്കുന്നുണ്ട് അക്കാമാര്. അതിനപ്പുറത്ത് തന്നെ അതേന്ന് തോന്നല്ലേ.
അറിയില്ല. ഇതുകൊണ്ട് ഇതെന്തോ തൈ നട്ട് വെച്ചേക്കുന്നത്. ഇതുണ്ടോ, നല്ല രസം കാണാൻ. ഗ്രീസ് അടിക്കാരാ, വണ്ടികളെല്ലാം ഗ്രീസ് അടിക്കാൻ നിർത്തി 2 സൈഡ്. അവിടെ ചെറിയൊരു കടയുണ്ട് കേട്ടോ, മൊബൈൽ തട്ടുകടയുണ്ട്. അതുണ്ടോ, ഒമിനിയൽ ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അത് തന്നെയല്ലോ, 2-3 കടയുണ്ട്. ഇതുണ്ടോ, ഇതേ ട്രക്ക് പാർക്കിംഗ് ഒക്കെയാണ്, പക്ഷേ ഒറ്റ വണ്ടി പോലും ഇല്ല. അവിടെ ഒരു ക്രെയിനുണ്ട്, ആംബുലൻസ് ഉണ്ട്, അതൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച് കിടപ്പുണ്ട്. ഇത് റെസ്റ്റോറൻ്റൊക്കെയാണ്, പക്ഷേ അതെല്ലാം പണിത് പൂട്ടിയിട്ടിട്ടുണ്ട് സേഫായിട്ട്. ഒരു വണ്ടി പോലും ഇല്ല. ഇതാ നമ്മുടെ രാജ്യത്തെ ഹൈവേകളിലെ ട്രക്ക് പാർക്കിങ്ങും വാഷ്റൂമിൻ്റെയൊക്കെ അവസ്ഥ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. രാവിലെ കാപ്പി പിടിക്കാൻ വേണ്ടി എല്ലാവരും വണ്ടിക്കാരെല്ലാം നിർത്തിയേക്കുക. ഇവിടെല്ലാം ഈ ഒമിനിയയിലൊക്കെയുള്ള തട്ടുകടകളുണ്ട്, മൊബൈൽ തട്ടുകടകൾ. ഇത് എവിടെയുണ്ട്? അതൊരു കടയല്ല, കുറേ കടകളുണ്ട്. ആ, കാറ്റ് കൊള്ളാൻ വേണ്ടി തുറന്നു വെച്ചേക്കാം അല്ലേ. ഇപ്പോഴേ നമുക്കിതുണ്ട്, ഈ താഴോട്ട് ഇറങ്ങി പോകണം കേട്ടോ. ആ വണ്ടി പോകുന്നുണ്ടോ, ഈ വഴി നേരെ പൂനെ പോകും. നമുക്ക് ഹോസ്പേട്ട് റൂട്ടിലേക്ക് ആ ഒരു വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ, അതിലെ ഇങ്ങനെ കറങ്ങി ഇറങ്ങി വേണം നമുക്ക് പോകാൻ. ബോർഡൊക്കെ ഉണ്ട്, ദാവൺഗരി നേരെ ഹോസ്പേട്ട് ലെഫ്റ്റിലേക്ക്. ഈ ഹൈവേ കൂടെ നമുക്ക് പോകണ്ട. ഈ ഹൈവേയിൽ ആ വണ്ടി പോകുന്ന ഡയറക്ഷനിൽ എല്ലായിടത്തും ബോർഡ് ഏതൊക്കെയാലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ ഹോസ്പേട്ട്, അറിയത്തില്ലാത്തവർക്കും വരാം. അപ്പം നമ്മളത് അതേന്ന് മോളിൽ കൂടെ നമ്മൾ വന്നേ കറങ്ങി നമ്മുടെ താഴത്തെ ഹൈവേയിലെത്തി. ഇനി ഈ ഹൈവേ കൂടെ വരുന്നവർക്ക് ബാംഗ്ലൂർ പോകണമെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റിൽ കയറി മുകളിലത്തെ ഹൈവേയിലേക്ക് കയറാം. അപ്പം നമ്മൾ NH-48 നിന്ന് ഇറങ്ങി NH-50 ഇപ്പോൾ പോകുന്നത്. ഇത് പഴയ നമ്പർ NH-13 ആയിരുന്നു. ഷോളാപ്പൂർ 413, ഹോസ്പേട്ട് 120. അതെ, ആ കാളവണ്ടിയുടെ ഡ്രൈവർ കണ്ടോ, കൊച്ചൊരു പയ്യനാ. അംഗൻവാടി പോലും പോകാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളെ ഇത്തവണ ഏത് റൂട്ട് വഴിയാ കാശ്മീരിന് പോകുന്നത്? അത് മെയിൻ ഡ്രൈവറല്ലേ പറയണ്ട, എന്നോടാണ് ചോദിക്കുന്നത്. ആരോടാ ചോദിച്ചേ? റൂട്ടൊക്കെ പറയുന്നത് ഞാനല്ലോ, ക്യാമറമാനല്ലേ പറയുന്നത്. അത് നമ്മുടെ ചാത്തുണ്ണിയോടാണോ ചോദിച്ചേ? ചാത്തുണ്ണി പറഞ്ഞാലും മതിയായിരുന്നു. ചാത്തുണ്ണിക്ക് അറിയത്തില്ലെന്നാ പറഞ്ഞേട്ടോ. ചാത്തുണ്ണി പോയിട്ടുള്ള, അതായത് ആദ്യം ശ്രീനഗർ ചെന്നിട്ടാ ജമ്മുവിന് പോയത് ചാത്തുണ്ണി. അങ്ങനെ ആയിരുന്നല്ലേ? നീ അങ്ങനെ വരണമെങ്കിൽ അങ്ങനെ വരാ. എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ഈ ഹിമാചലിൽ കൂടെ കയറി പോകണം. ഹിമാചലിൽ കൂടെ കയറി പോയിട്ടാണെങ്കിൽ ശ്രീനഗർ കഴിഞ്ഞിട്ടേ ജമ്മുവിലേക്ക് വരാൻ പറ്റുള്ളൂ. ഹിമാചലിൽ കൂടെയാണോ പോയെ? കയറിയില്ല. അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ സ്ഥലം ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചോന്നൊരു സംശയമുണ്ട്. നീ പോയപ്പോ കൊണ്ടായി ശ്രീനഗർ താഴെ വെച്ചിട്ട് ജമ്മു മാറ്റി വെച്ചോ? ഇവനല്ലേ പോയത്, അതുകൊണ്ട്. ഇപ്രാവശ്യം നമുക്കേ നമ്മൾ ശരിക്കും കാശ്മീർ പോകുമ്പോൾ 2 രീതിയിൽ പോവാം. മധ്യപ്രദേശ് കയറിയും പോവാം. അപ്പോൾ ഈ മധ്യപ്രദേശ് കയറി പോകുമ്പം ഗുജറാത്ത് ടച്ച് ചെയ്യല. ഗുജറാത്ത് പോയുമ്പോൾ അപ്പം മധ്യപ്രദേശ് കയറുകയില്ല. പിന്നെ വേറൊരു റൂട്ടിൽ കൂടെ പോവാം. എന്ന് പറഞ്ഞാൽ ഏതാ, ഈ ആന്ധ്രയും തെലുങ്കാനയും UP കൂടെ കയറി വേണേലും പോവാം. അപ്പം അന്നേരം മധ്യപ്രദേശും കയറും. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് കാശ്മീരും പഞ്ചാബും ഒക്കെ പോവാം. കിലോമീറ്റർ ഒക്കെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതെല്ലാം തമ്മിലൊരു 10, 100, 150 കിലോമീറ്ററിൻ്റെ ഒക്കെ വ്യത്യാസം. 100 കിലോമീറ്ററിൻ്റെ വ്യത്യാസം കൂട്ടിയാൽ മതി. പിന്നെ ലോറിയും കൊണ്ട് വരുമ്പം ചിലവ് കുറവുള്ള റൂട്ടും കൂടുതലുള്ള റൂട്ടും ഒക്കെ ഉണ്ട്. ഗുജറാത്ത് വഴി കൂടുതലായിരിക്കും. ഏറ്റവും കുറവുള്ള റൂട്ട് ഈ മധ്യപ്രദേശ് വഴി പോകുന്ന നമ്മളിപ്പോൾ പോകുന്ന റൂട്ട്. പിന്നെ ഇപ്പം മധ്യപ്രദേശിലെ ബോർഡർ RTO ചെക്ക് പോസ്റ്റ് മാറ്റിയോണ്ട് വലിയ വ്യത്യാസമില്ല. പിന്നെ മധ്യപ്രദേശ് നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ട് ഓടുമ്പോൾ ഒരു 400 കിലോമീറ്ററോളം മധ്യപ്രദേശ് ഓടുന്നുള്ളൂ. പിന്നെ ഗുജറാത്ത് വഴി നമ്മൾ ഓടുമ്പം ഈ ഭയങ്കര ട്രാഫിക്കും, കുറേ ബോംബെ നിന്നൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ട്രാഫിക്കൊക്കെ അല്ലേ. പിന്നെ ബോംബെ നിന്നും അല്ലാതെയും പോകാം കേട്ടോ, ബോംബെ കൂടാതെയും പോകാം. ഒത്തിരി വഴികളുണ്ട്. ഇതെല്ലാം കൂടെ പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. നമ്മളീ പ്രാവശ്യം പോകുന്നത് ഇപ്പോൾ ഹോസ്പേട്ട്, ബീജാപ്പൂർ, ഷോളാപ്പൂർ, ബീഡ്, ജാൽന, അജന്ത, ഷിർപൂർ നേരെ സേന്ധ്വ എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് ബോർഡറാണ്. സേന്ധ്വയിൽ നേരെ ഇൻഡോർ പോകുന്ന റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. ഇൻഡോറിന് മുമ്പ് ഒരു 50 കിലോമീറ്റർ മുമ്പേ നിന്ന് ലെഫ്റ്റിലേക്ക് കാണണം. രത്ലം, ജറോറ, ജൗറ, പിന്നെ മൻസൂർ, നീമച്ച്. അപ്പം നീമച്ച് എന്ന് പറഞ്ഞാൽ MP-ന്ന് ഇറങ്ങി രാജസ്ഥാനിൽ കയറുന്ന ബോർഡറാണ് നീമച്ച്. വെളുത്തുള്ളിലോട് ഒരുപാട് സ്ഥലമാണ് നീമച്ച്. മധ്യപ്രദേശിന്റെ ബോർഡർ രണ്ടും മറക്കത്തില്ല, സേന്ധ്വയും നീമച്ചും. UP പോയ ബോർഡർ അറിയോ?
ഗ്രൂപ്പിലേക്ക് കയറാൻ ബോർഡർ ഇല്ലല്ലോ അതിനും. ബോർഡർ ചെക്ക് പോസ്റ്റ് ഇല്ലല്ലോ അവിടെ. ബോർഡർ ഉണ്ടല്ലോ. ഹനുമാനല്ലേ നമ്മൾ അന്നാ കുരങ്ങിനെ കണ്ടേ? ഹനുമാനെന്ന് പറഞ്ഞാൽ അത് ആ ബീഹാർ പോകുമ്പോഴേ നമ്മൾ ആ റൂട്ടിൽ പോകത്തുള്ളൂ. വളരെ റയറായിട്ടേ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ പിന്നെ നിയമിച്ചെന്ന് ചിറ്റോർഘട്ട്, ബിൽവാര, കിഷൻഘട്ട്. അപ്പം കിഷൻഘട്ടിൽ നിന്ന് നേരെ മക്രാനയിൽ നിന്ന് കുച്ചാമൻ സിറ്റി, ഡിഡ്വാന വഴിയും വേണം. ഇപ്പോൾ കുറേ സ്ഥലങ്ങളുണ്ട് അതിലെ. അപ്പുറത്ത് ഒരു കൃഷി കണ്ടു. എന്നാൽ പിന്നെ അത് കണ്ടിട്ട് ഇനി വഴി പറയാം. എന്നാ കൃഷി? ഞാൻ ചെന്ന് നോക്കാം, നല്ല എടുത്തോളൂ. ഇന്നധികം കൃഷികളൊന്നും കാണാൻ ഇറങ്ങിയില്ല. കാപ്പി കുടിക്കണ്ടായിരുന്നു? അതിന് ഇനി നിർത്തണം. ഇവിടെ ഇടയുള്ളടത്ത് നിർത്തിയിട്ട് കാപ്പി ഉണ്ടാക്കാം. ഇതിലെ നടക്കാൻ ചെറിയ വഴിയുണ്ടോ? ഇതിലെ കിഴങ്ങിലോടാന്ന് തോന്നാ പോകുന്നത്. ആണോ? എന്തൊക്കെ ലോഡുകളാണ് ഇങ്ങനെ പോകുന്നത്. അതെ. ഇപ്പഴേ അവിടെ നിലക്കടലയാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഇവർക്ക് കന്നഡ അറിയത്തുള്ളായിരിക്കും. ആകാശം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടുന്ന് പറിച്ച കടലയാ കേട്ടോ. നിലക്കടല ഇങ്ങനെ വറുത്തങ്ങോട്ട് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ കഴിക്കാനേ? പച്ചയ്ക്ക് നല്ലതാ, പുഴുങ്ങിയാൽ നല്ലതാ. പുഴുങ്ങി കഴിക്കാനും നല്ലതാ. ഇത് വേർതിരിക്കുവാന്ന് തോന്നുന്നല്ലേ ഇവിടെ. അതിനകത്ത് ഈ പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് അങ്ങനെ ഇടുമ്പോൾ പൊടിയെല്ലാം പറന്നു പോകും. ഓക്കെ, കാറ്റുള്ളതുകൊണ്ടേ തന്നെ കൃഷി ചെയ്ത ഇതുണ്ട് ഇവിടെ കിടക്കുന്നുണ്ടോ, കിളുത്ത് വരുന്നേണ്ടോ. ഇപ്പോഴേ അവരോട് കന്നഡ അറിയത്തുള്ളൂ, ഹിന്ദി അറിയത്തില്ല. ഹിന്ദി നയ്യാത്താൻ മഴ പെയ്തിട്ടേ അടിയെല്ലാം ഈർപ്പം കയറി. അതെല്ലാം ഉണക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാ. അങ്ങനെയാണോ പറഞ്ഞത്? അതെ, നീരെന്ന് പറഞ്ഞ വെള്ളം. ആകാശമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ബാത് കരോ, കന്നഡ ബാത് കരോ, കന്നഡ മാತಾಡು. ಸ್ವಲ್ಪ ನಮ್ಗೆ ಮೊತ್ತಮೇ ಇರಲ್ಲ, ಸ್ವಲ್ಪ ಮಾಡ್ತಾ ಇದ್ದೆ. ಈಗ ಬೇಸರದೆ ನಮ್ಗೆ ಗೊತ್ತಾಯ್ತು. ಸ್ವಲ್ಪ ಬರ್ತಾ ಇದೆ. ആകാശ് ബ്രോയ്ക്ക് ഭാവിയുണ്ട്. സ്വല്പം എന്നൊക്കെ പറയാൻ മലയാളമായിട്ട് സാമ്യം. ബിരിയാണി അല്ലല്ലോ ഇത്. ഇങ്ങനെ പേറ്റി അതിന്റെ ആ പൊടിയൊക്കെ കളഞ്ഞിട്ട് ചാക്കിനകത്ത് നിറച്ച് വെച്ചേക്കുന്നത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതെ, 800 രൂപയേ ഉള്ളൂ കിൻഡലിന്. 8 രൂപ വിലയേ ഉള്ളൂ. കൃഷിക്കാർക്ക് വല്ലതും കിട്ടുന്നുണ്ടോന്ന്? കാളെ കാണുന്നില്ലല്ലോ. നമ്മുടെ എഞ്ചിൻ കാണുന്നില്ലല്ലോ ഇതിന്റെ. സർവീസിന് പോയായിരിക്കും. ഇവിടെ കൂടുവാണോ? ഇവിടെ കൂടിയാലോ? ഇതിങ്ങനെ എടുത്തിട്ട് അവർ കാണിക്കുന്ന ഇങ്ങനെ ഇടായിരുന്നു. പക്ഷെ നല്ല പൊടിയാണ്, അതുകൊണ്ട് ഇതിന് പോകുന്നില്ല. പൊടി കുറച്ചു നേരം നിന്നാ പഠിക്കാട്ടോ. പഠിക്കാനൊന്നുമില്ല. അതെ, നമുക്ക് പോയേക്കാന്ന്. നമുക്ക് പോയേക്കാന്ന്. അണ്ണൻ 5-6 ഏത്തപ്പഴമൊക്കെ കൊടുത്തു. നമ്മുടെ നല്ല നാടൻ ഏത്തപ്പഴമല്ലേ. നമ്മൾ ഏത് തോട്ടത്തിൽ ചെന്നാലുവേ ഈ ഗ്രാമീണരെല്ലാം കണ്ടോ നിഷ്കളങ്കരായ ആൾക്കാരാണ്. കടല വേണോന്ന് ചോദിച്ചാ കൊണ്ടുപോകാനാ. അതെ, നമുക്ക് പിന്നെ വേണ്ടാത്തോണ്ട് മേടിച്ചില്ല. അപ്പം നമ്മുടെ വഴി പറഞ്ഞില്ലല്ലോ, വീണ്ടും വഴിയിലേക്ക് വരാം. അപ്പം മക്രാന, പിന്നെ സുജാൻഘട്ട്, സർദാർ സർ, അവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിലേ വന്ന് നേരെ നമ്മൾ മണ്ഡി ഡബ്ബവാലി, അത് ഹരിയാനയാണ്. മണ്ഡി ഡബ്ബവാലി വന്നിട്ട് നേരെ അമൃത്സർ വരും. മണ്ഡി ഡബ്ബവാലി ഹരിയാന ശരിക്കും ഒരു 50 കിലോമീറ്റർ ഓടുന്നുള്ളൂ. പിന്നെ നേരെ പഞ്ചാബിലേക്ക് കയറി ചെയ്യുന്നത്. അപ്പോൾ അമൃത്സർ, പിന്നെ പഠാൻകോട്ട്, ജമ്മു, ശ്രീനഗർ, ആ റൂട്ടിലാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. അതെ, കാപ്പി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇനിയും വെയിൽ മൂക്കും. എന്നാൽ പിന്നെ ഇവിടെ നിർത്തിക്കോ. ഇപ്പോഴാണ് വണ്ടിയുടെ തണലുണ്ട്, സൂര്യൻ ആ സൈഡിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ഒതുക്കണ്ട. എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന്? നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. ആണോ? എന്നാ ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ വെയിലാകും കേട്ടോ. ഇങ്ങോട്ട് വെയിൽ വരും. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിലത്തെ ഫസ്റ്റ് കുക്കിംഗ് ചെയ്ത്, അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ചെറുപയർ പുഴുങ്ങിയതും പപ്പടവും ഏത്തപ്പഴവും. ചെറുപയർ പുഴുങ്ങിയതും പപ്പടവും. ഓക്കെ, അതിൻ്റെ കൂടെ ഏത്തപ്പഴവും. ഏത്തപ്പഴം പിന്നെ പഴുത്ത ഇരിപ്പുണ്ട്, അതുകൊണ്ട് ആയിക്കോട്ടെ. അതിന് ഇതിന് ഈ തേങ്ങ എന്തിനാ? അതിന് ചെറുപയർ പുഴുങ്ങിയതിനകത്ത് തേങ്ങ ഇടണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉള്ളൂ. വെന്താലും ഇത് ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ കറി. ഇപ്പം ചെറുപയർ വെന്താലും ആണോ? ചെറുപയർ വെന്താലും അല്ലേ ചേച്ചി പറഞ്ഞേ?
ചായ ഉണ്ടോ? പാലില്ലല്ലോ അല്ലേ? പാല് മേടിക്കായിരുന്നു ഇവിടെ നിന്ന്. ഇതൊക്കെ ദുശീലങ്ങളായി ചായ കുടിക്കണമെന്നൊക്കെ ഉള്ളത്. അതെ 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 അതെ, നല്ല കട്ടൻ ചായ ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. രാവിലെ പതിവില്ലാതെ ചേട്ടാ കടിഞ്ഞ വെച്ചേക്കട്ടെന്ന് ചോദിച്ചു, പിന്നെ വെച്ചോളാൻ പറഞ്ഞു. കണ്ടോ അവിടെ ടാറിങ് നടക്കാം കേട്ടോ. ടാർ സ്പ്രേ ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ട്. നല്ല മെറ്റീരിയലും ഉണ്ട്. ഇതുണ്ടോ നല്ല റോഡാണ്, പക്ഷേ അതിൻ്റെ മുകളിൽ കൂടെ ഒരു കോട്ട് ഇടുക. എന്നാ പെട്ടെന്നാണ് ചെയ്ത് പോകുന്നതെന്നൊക്കെ. ഇത് മൈക്രോ പേവർ എന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് 10 mm താഴെയുള്ള മെറ്റീരിയലും ടാറും കൂടെ ചേർത്ത് ഇതൊരു 2 മണിക്കൂർ കടന്നു കഴിഞ്ഞാൽ നല്ല ഇതാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പഴയ ടാറിങ്ങിലേക്ക് വെള്ളം ഇറങ്ങിയതൊന്നും പൊളിയാതൊക്കെ ഇരിക്കും. പിന്നെ ഇവർക്ക് 5 വർഷം എങ്ങാണ്ട് മെയിൻ്റനൻസാണ്. അപ്പോൾ ഇത് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ റോഡ് പോകാതെ കിടന്നുള്ളൂ. അപ്പോൾ ചെറുപയർ അതേ ഉപ്പൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് അടുപ്പേ വെച്ചിട്ടുണ്ട്. ഒരു 3-4 വിസിൽ വരുമ്പോഴത്തേനും വെന്തോളും. 3-4 വിസിൽ വേണോ? പക്ഷേ നേരത്തെ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്തേനെ, ഒറ്റ വിസിൽ മതിയായിരുന്നു. ഇതിപ്പോൾ രാവിലെ ചായ വെച്ചപ്പോഴാണ് ഞാനത് വെള്ളത്തിലിട്ടത്. ഇന്നലെ വെള്ളത്തിലിടുവാണെങ്കിൽ നല്ലായിരുന്നു. ആശേ അതുകൊണ്ട് ആ ഒരു പാത്രം നിറച്ച് തേങ്ങ ഉണ്ട് കേട്ടോ. വീട്ടിൽ അത് മൊത്തം തിരിച്ചു വരുമ്പോഴത്തേനും അത് മൊത്തം തീർക്കണം നമുക്ക്. അതെന്താണെന്നറിയോ, അന്നേരം ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. ഒരു തേങ്ങ എടുത്താൽ മിച്ചം വരികയല്ല. എനിക്ക് വേസ്റ്റ് ആക്കി കളയുന്ന ഇഷ്ടമല്ല ആഹാര സാധനം. അതെ അതെ, പൂരി പോലാണല്ലോ പപ്പടം വരുന്നത്. അത് നല്ല പപ്പടം ആയതുകൊണ്ടാണ്. അവസാനം വരുമ്പോൾ എണ്ണ കുറഞ്ഞു വരും. അന്നേരം പപ്പടം മുറിച്ചിട്ടാൽ മതി. ഐഡിയ. അപ്പോൾ അതെ ചെറുപയറൊക്കെ അതെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അറിയാനൊന്നുമില്ല, ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങയും ചിരണ്ടിയിട്ട് ഇളക്കി എടുത്താൽ മതി കേട്ടോ. ചെറിയ തേങ്ങ ആണേലിനാ കേട്ടോ, ഉള്ളുള്ള തേങ്ങ ആയിരുന്നു. ഇനി നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കുഴച്ചെടുത്ത് 2 പപ്പടവും പൊടിച്ചിട്ട് കഴിച്ചാൽ മതി. തന്നെ കഞ്ഞിയും വെച്ചോ? കഞ്ഞിയും വെച്ചു. അല്ല കഞ്ഞിയാണെ അച്ചാർ മതി. ഇത് തന്നെയല്ല, നമ്മളിനി ഈ പയറും ധാന്യങ്ങളൊക്കെ മുളപ്പിച്ച് കഴിച്ചാൽ മതി രാവിലെ. എളുപ്പമുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് വന്നാൽ ശരിയാവത്തില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കടിഞ്ചായം വെച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഈ സാധനമൊക്കെ കഴിച്ചു മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ചാടിയത്. അത് ശരി. ഇവിടെ വന്നപ്പോ വടമേടിച്ച് പന്തളത്ത് വന്നപ്പോ പന്തംകുളത്തിൽ പടയെന്ന് പറഞ്ഞു. നീയല്ലേ പറഞ്ഞ വെജിറ്റേറിയൻ മതി അല്ലേ? അതുകൊണ്ടാ ഇതൊരുമാതിരി വെജിറ്റേറിയൻ ആയിപ്പോയി. പിന്നെ ചിര ശർക്കരയും ചിര മറ്റേ കടലമാവോ ഗോതമ്പ് മാവോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉരുള എടുത്തിട്ട് മാവിനകത്തിട്ട് മുക്കിയെടുത്താൽ ശരിയാണ്. ശരിയാ, ഞാൻ മൈദ മതി. മഞ്ഞപ്പൊടി ഇടും അതിനകത്ത്. ഡേടാ അത് മഞ്ഞ മൈദ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വീഡിയോ ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഈ ഫ്രൈയും ഒലത്തും എനിക്ക് അറിയത്തില്ല. ഫ്രൈയും ഒലത്തും അറിയത്തില്ലെന്നോ? കറിയും തിക്കായിട്ടിരിക്കുന്നതല്ലേ, അതും കറുത്തിരിക്കുന്ന നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആശാനം ഇത് തന്നെ ആശാനം ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ പുള്ളി പറയാം ഇത് നാടൻ പോത്തും മറ്റേ ബ്രോയിലർ പോത്തും അതുപോലെ വിശ്വസിച്ച് വന്നിട്ട് നമ്മുടെ കൂട്ടുകാരനോട് പറഞ്ഞു കോഴിയുണ്ട് ബ്രോയിലർ കോഴിയുണ്ട്. അതെ പെട്ടെന്ന് എടുത്ത് പോയി പോവാം. കഴിഞ്ഞു. ഇത് ചിത്രദുർഗ അടുത്ത് തന്നെയുള്ള ഇവരുടെ വണ്ടി അതെ ആ കിടക്കുന്നത്. സ്വാമി ഇവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. NAS ട്രക്ക് ട്രാവലർ. ഓൾ ദി ബെസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ക്യാമറാമാനും കൊടുത്തു. ഞാൻ കുറച്ച് വീഡിയോ എടുക്കാം കേട്ടോ. എടുത്തോ ഓക്കെ. അങ്ങനെ ഉണ്ടെന്ന് അല്ല, ഞാൻ തന്നെ വീഡിയോ എടുത്തോണ്ടിരുന്നാലേ ഞാൻ വണ്ടി ഓടിക്കാൻ മറന്നുപോയി. ഞാൻ കുറേ ഓടിച്ചോളാം. ഇനി അല്ല ഞാൻ ഓടിച്ചോളാം. അല്ലല്ല നിങ്ങൾ രണ്ടുപേരും ഓടിച്ചോ, ഞാൻ ഇവിടെ സൈഡിൽ ഇരിക്കും. എന്തൊരു നടക്കാത്ത സ്വപ്നം. ഈ പടുതായി സൈഡിലേക്ക് ഇച്ചിരി പറന്നാ നിൽക്കുന്നത്. അപ്പുറം എവിടെയെങ്കിലും നിർത്താം. അതൊന്ന് കയറിനിടയിലേക്ക് വലിച്ച് ടൈറ്റാക്കി വെക്കണം. ഈ ടോള് കഴിഞ്ഞിട്ട് നിർത്താം അല്ലേ? ടോള് കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് പടുത നല്ലപോലെ വലിച്ച് ടൈറ്റാക്കി വെച്ചിട്ട് പോവാം. അണ്ണൻ രാവിലെ പാത്രമൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് എണ്ണം ചിരിക്കുന്നു.
ആ ഒരു പടുതായെ ആ കയറിനിടയിൽ നിന്ന് ചാടിപ്പോന്നു. എന്നിട്ട് അതിങ്ങനെ ഓട്ടത്തിൽ പറക്കുക. അത് തന്നെയല്ല, സൈഡിലേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് സൈഡ് നമുക്ക് കാണാനും പറ്റാതെ. ആകാശ് ബ്രോ വേണമെങ്കിൽ ഇനി കിടന്നൊന്ന് ഉറങ്ങിക്കോ കേട്ടോ. ഉറങ്ങിക്കോ. ഇതെല്ലാം നിലക്കടല കൃഷിയാണ്. അതിനകത്ത് ഇടയ്ക്കൂടെ വേറെ എന്തോ കൂടെ നട്ടു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നട്ടേക്കുന്നത് ആവണക്ക. അതന്നെ. രാവിലത്തെ മോഡലൊക്കെ മാറി, ആകാശം നല്ല തെളിഞ്ഞ്. കഴിഞ്ഞ ട്രിപ്പിലത്തെ പോലെയൊന്നുമല്ല, ഇപ്രാവശ്യം നമ്മൾ കുറേ സ്റ്റേറ്റിൽ കൂടെ കയറിയാണ് ജമ്മു കാശ്മീരിലേക്ക് പോകുന്നത്. ഇപ്രാവശ്യം കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളെ ഈ പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോകുമ്പം കിടക്കുന്നുള്ളൂ. പിന്നെ തിരിച്ചു വരും വേണേൽ നമ്മൾ UPയും ആന്ധ്രയും തെലുങ്കാനയും കൂടെ കൂട്ടി അങ്ങനെ വേണേലും വരാം. കുറച്ചുകൂടെ സ്റ്റേറ്റ് കവർ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഗുജറാത്ത് വഴി വേണേലും വരാം. അന്നേരം UPയും ആന്ധ്രയും തെലുങ്കാനയൊന്നും പോവില്ല. ശരിക്കും മുമ്പേ ഞാൻ പറഞ്ഞില്ലേ 3 റൂട്ടുണ്ടെന്നുള്ളത്. ഗുജറാത്ത് കയറി വന്നാലും സംസ്ഥാനങ്ങൾ കവർ ചെയ്യുന്നത് കുറവാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനം കവർ ചെയ്യുന്ന ഈ പിന്നെ ഹൈദരാബാദ്, നാഗ്പൂർ അങ്ങനെ ചെന്നിട്ട് NH44 കൂടെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ കവർ ചെയ്യുന്നത്. ഈ ട്രിപ്പ് പോകുന്നത് പിന്നെ നമ്മൾ ഈ മധ്യപ്രദേശ് കയറി രാജസ്ഥാൻ കൂടി അങ്ങനെ ആയതുകൊണ്ട് രാജസ്ഥാനിൽ ഏകദേശം ഒരു 1000 കിലോമീറ്റർ അടുത്ത് ഓടുന്നുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ ഏറ്റവും കൂടുതൽ ഓടുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനായിരിക്കും അല്ലേ? അതെ. ഇതുകൊണ്ട് ഇതൊരു ധാബയാണ്, ഇഷ്ടംപോലെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. കണ്ടോ, മുകളിൽ 2 വണ്ടി കിടക്കുന്നുണ്ടോ? അത് വഴിയാണ്, പക്ഷെ അത് നല്ല വീതിയുള്ളതാണ്. അതുകൊണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കുക. അതിൻ്റെ അപ്പുറം ലോഡ് കയറ്റുന്നുണ്ട് വണ്ടിയിൽ. ഇവിടെ ഒരു സംഭവം കൊയ്ത് വെച്ചിട്ടുണ്ട്, എന്നാ നോക്കിയിട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഒരിടത്ത് വെച്ച് കണ്ടായിരുന്നത്. അന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്നാ സാധനമെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എള്ളായിരുന്നെന്ന്. അപ്പോൾ ഇത് എള്ള് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇവർ കന്നഡയിൽ പറയുന്നത് അല്ല, കന്നഡയിലല്ല പറയുന്നത്, എള്ളെന്ന് തന്നെ പറയുന്നത്. കന്നഡയിൽ എള്ളെന്ന് തന്നെ. ഹിന്ദി में क्या बोलते हैं? തിൽ. ഹിന്ദിയിൽ തിൽ എന്ന് പറയുന്നത്, കന്നഡയിൽ എള്ള്. അപ്പോൾ നമ്മൾ മലയാളത്തിലും എള്ളെന്ന് തന്നെ പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് എള്ള്. അതിനകത്ത് പൊട്ടിച്ചെടുക്കണം. ഞാനും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കണ്ടെങ്കിലും മനസ്സിലായും ഇല്ലായിരുന്നു. പക്ഷേ ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് എള്ളിൻ്റെ ടേസ്റ്റ് വരുന്നില്ല, ഉണങ്ങി കഴിയുമ്പോഴേ വരുവുള്ളായിരിക്കും. അതെ, പേറ്റി എടുത്ത് വരുന്നുണ്ട്. ഇതാണ് എള്ള്. ഇനി ഉണങ്ങുമ്പോഴായിരിക്കും ഇച്ചിരൂടെ കറുത്ത കളറൊക്കെ വരുന്നല്ലേ. അടുപ്പായിരുന്നു, ഞാൻ എൻ്റെ മിഠായി എടുക്കാൻ പോയതായിരുന്നു. വെൽക്കം. അവിടെ ചോളം നിൽപ്പുണ്ട്, അതുകൂടെ നോക്കിയിട്ട് വരാം. ഇതാണ് ചോളം. ഇതാ മക്കിച്ചോളം. അതെ. അതെ. ഇത് പച്ചക്ക് തന്നെ നല്ല. ഇങ്ങനെയുണ്ടോ ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ഉണ്ടായി വരുന്നത്. ഇതുണ്ടോ, ഇത് ഒടിക്കുന്നുണ്ട്. അവർക്കാകുമ്പോൾ കറക്റ്റ് വിളഞ്ഞറിയാലോ. നല്ല കഴിക്കാൻ നല്ലതാണ്. ഇത് പൊളിക്കാൻ കുറേ ഉണ്ടല്ലോ. ഇത് നമ്മളേ നാളെ ഒറീസയ്ക്ക് പോയപ്പോൾ അവിടെ വെച്ച് 2 പേര് വണ്ടിക്കാർ നമുക്ക് കൊണ്ട് തന്നില്ലേ, 2 പിള്ളേര്. അതുപോലത്തെ ഇച്ചിരി കളർ ഉണ്ടായിരുന്നു. ഇതിന് കട്ടി കൂടുതലാണ്, പക്ഷെ അത് നല്ലതായിരുന്നു കഴിക്കാനും. ഇഷ്ടം പോലെ ചോളം ഉണങ്ങുന്നു. ഇപ്പം ഈ ചോളം ഉണങ്ങുന്ന സീസണാ. ചോളം ഇതുണ്ട്, ഇത് വേറെ ഉണ്ട്, മറ്റേ ബാജരി. അതെ, എല്ലാം ഉണ്ട്. എന്തേരാന്ന് മഴ വന്നാൽ ഇവരെന്നാ ചെയ്യും അല്ലേ? മഴ പെയ്താലാണ് പ്രശ്നം. അതെ, രാവിലെ ആ നിലക്കടലയുടെ അവര് പറഞ്ഞില്ലേ, മഴ പെയ്തിട്ട് മൊത്തം വെള്ളമായി പോയി. നനഞ്ഞിട്ടുണ്ട്. ആ പടുതായിലൊക്കെ വെള്ളമായിരുന്നു. ഇതെല്ലാം ഓരോ ധാബകളാണ്, ചെറിയ ധാബകളാണ്. അപ്പം നമ്മളെ ഈ യാത്രയിലല്ലേ എന്തോരം കൃഷികൾ കണ്ടല്ലേ. എല്ലാം ആദ്യം കാണുന്നത് കേട്ടോ. അതെ. അതുകൊണ്ട് ഒരു വണ്ടി മറിഞ്ഞ കോള എന്തോന്നു, അതിൽ കോള. ഇടയ്ക്കിടയ്ക്ക് ടയറൊക്കെ നോക്കണം. ഇതൊക്കെ മെയിൻ ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും ഒക്കെ പണിയാണ്. പിന്നെ ഓടിക്കുമ്പോൾ അത് ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. ഓടിക്കുന്ന ആരാണോ അങ്ങനെ. പിന്നെ ആർക്ക് വേണേലും ചെയ്യാം. അതെ. ഇതിപ്പോൾ നല്ല വഴിയായതുകൊണ്ട് ഒത്തിരി കല്ലൊന്നുമില്ല. അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ.
അതെ നമ്മുടെ 2 ഫാമിലി മെമ്പേഴ്സ് വരുന്നുണ്ട്. കാഞ്ചാരെ दिल्ली हाँ हम लोग कश्मीर जा रहे हैं. हाँ मैं इधर गुड़गांव का गाड़ी है. हाँ गाड़ी निर्मंगला का गुड़गांव खाली का. हाँ नाम क्या है? मुत्तुराज. मोहम्मद इरफान. ओके. तो बोला गाड़ी देखा हूँ मैं आपको फेसबुक में, इंस्टाग्राम में. तो ये बोला देख के रुको, तो इसलिए मिल के चलते हैं. थैंक यू. ठीक है, ओके शुक्रिया. ओके. നമ്മളെ ആ വണ്ടി മറിഞ്ഞതേ ഏകല ഡ്രൈവർക്കൊന്നും പറ്റിയില്ല, ഒരാൾ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അതെ, നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലോ അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. ചെറിയൊരു കാലിലൊരു പോറലേ ഉണ്ടായിരുന്നു. ഇങ്ങനെ മറിയുന്നൊന്നും ഇപ്പം ഇടത്തോട്ടല്ലേ മറിഞ്ഞേക്കുന്നത്, ഡ്രൈവർ റൈറ്റ് സൈഡ് അല്ലേ, അങ്ങനെയുള്ളതൊന്നും വലിയ സാധാരണ ചാടിയൊന്നും ഇല്ലെങ്കിൽ നോർമലി വലിയ പരിക്ക് പറ്റാറില്ല. കൊക്കോക്കോള ആയിരുന്നു, കൊക്കോക്കോള അല്ലേ ഏതാണ്ട് കോളയാ. ആ അത് കുറേയൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. ഇപ്പം അത് ഇറക്കി വെച്ചിട്ട് പിന്നെ അടുത്ത വണ്ടി എന്നിട്ട് നൂർത്തിട്ട് അതായത് തന്നെ പുഴയേറ്റിക്കൊണ്ട് പോകാൻ കുഴപ്പമില്ല. നമ്മളീ പോകുന്ന വഴിക്ക് എന്തോരം അപകടങ്ങളൊക്കെ കാണുന്നുണ്ടല്ലേ. അതെ അതെ, പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴീ 4 ലൈൻ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് വണ്ടി വരുന്നില്ലല്ലോ. പണ്ട് ഈ ഡബിൾ ലൈൻ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് വണ്ടി വരും. ഇതുപോലെ ചെറിയ മയക്കത്തിലൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പാളി പോയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയായിട്ട് നേരെ ഇരിക്കും. അങ്ങനെയുള്ള അപകടങ്ങളായിരുന്നു കൂടുതലും. അതാ ഭയങ്കര ഡേഞ്ചറും. ഈ നേരെയുള്ള ഇടി എന്ന് പറയുമ്പോഴേ അന്നേരം അല്ലേ ആൾക്കാർക്ക് നല്ല പരിക്ക് പറ്റുന്നത്. പിന്നെ അതാ ഏറ്റവും, അതാ ഞാൻ പറഞ്ഞത്, അതാ ഭയങ്കര അപകടം. അങ്ങനെ ഇടിച്ചു കഴിയുമ്പോഴേ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് അപകടങ്ങൾ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ 4 ലൈൻ ആയതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടിയായിട്ട് നേരിട്ട് ഇടിക്കുന്ന വളരെ കുറവാണ്. പിന്നെ അഥവാ ഉറങ്ങിപ്പോയെങ്കിൽ ഇതുപോലെ കാനയിലോട്ടെങ്ങാനും ഇറങ്ങി മറിയുകയോ ഒക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒത്തിരി അപകടങ്ങളും മരണവും കുറവുണ്ട്. വണ്ടിക്ക് എന്നേലും പറ്റിയാൽ നമുക്ക് പണിതെടുക്കാം, പക്ഷെ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയാലേ അതല്ലേ നല്ല ഇൻഷുറൻസ് കിട്ടും വണ്ടിക്ക്. പക്ഷെ ആള് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ വരും. പറ്റാൻ സാധിക്കാറില്ല ഹൈവേയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിലൊക്കെ. അതിന് താമസം ഉണ്ടാവും. അങ്ങനെ പലരും മരിക്കുന്നത്. ലോഡിറക്കുന്ന ആളിനെ കണ്ടോ? നല്ല വഴി തന്നെയാണല്ലോ. അതെ അതെ അതെ, ചെറിയ ഇറക്കം സ്ലോപ്പായിട്ടുള്ളതേ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോക്കോളും. കേറ്റമാണല്ലോ വണ്ടി നീങ്ങല. അതെ അതെ, മുത്ത് പറഞ്ഞ പോലെ ആക്സിലേറ്ററെ ചവിട്ടി കാലി കളിക്കും. മുത്തിന് അനുഭവം ഉണ്ടേ മേഘാലയൊക്കെ പോയപ്പോഴേ. കേരള ടു കാശ്മീർ 2 സൈക്കിൾ വാല വരുന്നുണ്ട് പുറകെ. നമുക്കിവിടെ നിർത്താം, നോക്കാം എവിടുത്തുകാരനാന്നൊക്കെ. ഞാൻ കൈ കാണിച്ചു നോക്കട്ടെ നിർത്തുവോന്ന്. ഹലോ, നിങ്ങൾ കാശ്മീരിന് പോവാണോ? ഞങ്ങള് ലോറിയും കൊണ്ടും കാശ്മീരിന് പോവായിരുന്നു. അതെ അതെ, ആ അനിയത്തിയും മോളും. നിങ്ങളെവിടാ വീട്? തൃശ്ശൂര്. രണ്ടുപേരും. നിങ്ങൾ എന്ന് പോകുന്നു വീട്ടിൽ നിന്ന്? 1-ാം തീയതി പോകുന്നു. എത്ര ദിവസത്തെ ട്രിപ്പാ? ഈ വണ്ടിയില് 3 മാസത്തെ ട്രിപ്പാണോ? കൊള്ളാം, അടിപൊളിയാ. ജലജ. ഫുഡ് കഴിച്ചോ നിങ്ങള്? ആണോ? നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നൊന്നുമില്ല, കടയിൽ നിന്ന് കഴിച്ചു പോവല്ലേ ഉള്ളൂ. സൈക്കിളിലായതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പേരെങ്ങനെ രണ്ടുപേരെ? ക്ലിൻസ്, ജിൻസൺ. ഓക്കെ. എവിടെ നാടെവിടെ? തൃശ്ശൂര്. ഞങ്ങളും കാശ്മീരിനാണ്. കാശ്മീരിന് ഞങ്ങളൊരു 6-7 ദിവസം എടുക്കും. 7-8 ദിവസം എടുക്കും. അതെ, ഞങ്ങൾ ബാക്കി വീഡിയോ ഒക്കെ എടുത്തൊക്കെ പോകുന്നോണ്ട് കുറച്ച്. ഇത് ചൂല്, മൊത്തം ചൂല്, ഈർക്കിൽ ചൂല്. അതെ, ഇത് നല്ല ഹാർഡ് വർക്കാ. സൈക്കിളിനല്ലേ പോകുന്നത്? അതിന്റെ സൈക്കിൾ നോക്ക്, പഴയ സൈക്കിളാ, സാധാ സൈക്കിള്, പുതിയ സൈക്കിളൊന്നും അല്ല. പിന്നെ ഇതിനൊരു പ്രത്യേക മൈൻഡ് വേണം ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ. അതെ അതെ. കാശ്മീർ വരെയുള്ളതോ ലഡാക്കിനൊക്കെ പോകുന്നുണ്ടോ? രാത്രി ചവിട്ടുമല്ലോ, പോവല്ലോ. 7 മണി വരെ. കഴിഞ്ഞ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും? ടെന്റ് അടിക്കും. ടെന്റൊക്കെ ഉണ്ട് കയ്യില്. ടെന്റൊക്കെ ഉണ്ടല്ലേ? പുത്തേട്ട് ട്രാവൽ വ്ലോഗ്.
നിങ്ങളുടെ വീഡിയോ വരൂ, കുഴപ്പമില്ല. വീഡിയോ സിനിമയിലെടുത്തു, സിനിമയില്. അതെ, സിനിമയിലെടുത്തു. കണ്ട്. ആ, ഹിന്ദിയൊക്കെ അറിയാമോ? അപ്പൊ തൊടാതെ എന്നെ പോലെ തന്നെ. ശരി, എന്നാ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചിലപ്പോ തിരിച്ചു വരുമ്പോ കാണാം. അതെ, ഞങ്ങൾ തിരിച്ചു വരുമ്പോ വഴിക്ക് വെച്ച് കാണാം. അത്താല് എന്താണല്ലേ ഇവര് കൊള്ളാം അല്ലേ? അതെ. സൈക്കിളിൽ നല്ല 3 മാസമൊക്കെ ഒരു ട്രിപ്പ്. ഇവിടെ കരടിയൊക്കെ ഉള്ള വനമാണ് കേട്ടോ, പക്ഷെ ഒരു മരം പോലും ഇല്ല പൊക്കമുള്ള. അവരെ ഒരു ദിവസം 100 കിലോമീറ്റർ ഒക്കെ വിടുമെന്നാ പറഞ്ഞത്. ആ, എന്നാലേ ഈ സൈക്കിളിൽ പോവാന്ന് പറഞ്ഞാൽ ഈ ചൂടാണെ ചൂട്, മഴയാണെ മഴ, വെയില്, പൊടി, തണുപ്പാണെ തണുപ്പ്, ഇതെല്ലാം സഹിച്ച് അതൊക്കെ സഹിക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത്. അങ്ങനെ ആസ്വദിച്ചൊക്കെ പോയാലേ അതൊരു നമുക്കൊരു നല്ലൊരു യാത്രയാക്കാൻ പറ്റും. അതാ യാത്രയോടുള്ള ഇഷ്ടം കൊണ്ടേ സ്ഥലങ്ങൾ കാണാനും ഒക്കെ. 3 മാസമാണെന്നാ അവര് പറഞ്ഞത്, 3 മാസത്തെ ടൂറാന്നാ പറഞ്ഞത്. അവർക്ക് എല്ലായിടവും കണ്ട് ആസ്വദിച്ച് വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതെ, അത് നല്ല ടെന്റ് അടിച്ച് കിടക്കുക, ഫുഡ് കൂടെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതും വേറൊരു ഇതല്ലേ. അതെ, വേറൊരു എക്സ്പീരിയൻസാ. ഞാൻ അവരെ കണ്ടപ്പോൾ ഒന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഇറങ്ങിയതാ, അന്നേരം കണ്ട ചാടി ഡ്രൈവിംഗ് സീറ്റിൽ കയറി. വീണ്ടും ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തോ, ആയിരിക്കും നല്ലത്. വീഡിയോ എടുക്കാൻ കഴിയല്ല, അതാ അതിന്റെ കാര്യം. ചോളം ഇളക്കി കൊടുക്കുന്ന കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇടണം നല്ലപോലെ ഉണങ്ങാനായിട്ട്. എന്നാണല്ലോ ഓടിക്കാൻ നല്ല സുഖമാണ്. എന്നാന്നറിയാം, ചൂലായോണ്ട് ഇതിന് പൊക്കമുള്ള ലോഡായോണ്ട് ഇരുത്തില്ല. ആ, ഇല്ലല്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് കൊണ്ടുവന്ന ലോഡിന് ഇരുത്തുണ്ടായിരുന്നില്ല. എണ്ണ അത് അങ്ങനെയുള്ളതിനുണ്ടെന്ന്, അങ്ങനെയുള്ള വെയിറ്റ് ഉള്ള സാധനം. ഇങ്ങോട്ട് കൊണ്ടുവന്ന 21 ടൺ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇത് 23 ടൺ ഉണ്ട്. പക്ഷെ അതിലും വണ്ടിക്ക് മൂവിങ്ങും ഉണ്ട്, വണ്ടി ഓടി മാറുന്നുണ്ട് പെട്ടെന്ന്. ഈ യാത്ര പോകുമ്പോഴേ സൈക്കിളിലൊക്കെ ഇങ്ങനെ പോകുമ്പോ ഈ ചൂടും പൊടിയേ സഹിക്കാൻ വയ്യ. അതെ, ഇവര് കാശ്മീരി ചെല്ലുമ്പോഴത്തേനും നല്ല തണുപ്പായിരിക്കും. നല്ല തണുപ്പാവും ഇവർ ചെല്ലുമ്പോഴത്തേക്കും. അവിടെ ചോളമൊക്കെ ആണെന്ന് തോന്നുന്നു, ലോഡ് കയറ്റുന്നുണ്ട്. ദാബയിൽ ഏതെല്ലാം സൈസ് വണ്ടികളാണ് കിടക്കുന്നതെന്ന് നോക്കിയാൽ. എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ നിർത്തിയേക്കുന്ന ഈ വഴിക്ക്. പിന്നെ കുറേ ദാബകളുണ്ട്, ഫുഡ് കഴിക്കാം, കുളിക്കാം. അതെ, തുണി കഴുകാം. അതെല്ലാം കോഴി ഫാമാണ്. ഞാൻ അവരോട് പറഞ്ഞതാ, കറിയൊക്കെ കുറവാണെങ്കിലും നമ്മുടെ കയ്യിൽ കഞ്ഞിയുണ്ട് കഴിക്കാമെന്നോ. അന്നേരം അവർ പറഞ്ഞു അവരിപ്പോൾ ഫുഡ് കഴിച്ചതേ ഉള്ളൂ. അവർ ഇഡ്ഡലി കഴിച്ചു, അതുകൊണ്ട് ഇപ്പം വിശപ്പില്ലെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവരെ നമ്മൾ കാശ്മീരിനടുത്ത് വല്ലതും വെച്ചാൽ കാണുന്നതെന്ന് വെച്ചോ. അപ്പം ഇവരിപ്പോൾ നാട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയല്ലോ, അതിൻ്റെ ദിവസം ആയില്ല. അപ്പം അന്നേരം അവരോട് ചോദിക്കുക ചോറ് വേണമെന്ന് ചോദിച്ചാൽ കഴിച്ചാണേലും പറയും നമുക്ക് ഇച്ചിരി ചോറുണ്ടാക്കാന്ന്, കറി ഒന്നും വേണമെന്ന് പറയും. അതിപ്പോഴേ നമ്മളാണേലും അങ്ങനെയാ, കുറേ ദിവസം നമ്മുടെ ഫുഡ് കിട്ടാതിരിക്കുമ്പോഴത്തേനും. അതെ, അന്നേരമാണ് അതിൻ്റെ ഒരു അതിനോടുള്ളൊരു ഇത് എന്നാ പറയാ വില മനസ്സിലാവുള്ളൂ. അത് ഏറ്റവും കൂടുതൽ മനസ്സിലായതേ നമ്മുടെ ലഡാക്ക് യാത്രയിലായിരുന്നു. അതെ, അതിൽ വേറെ സൗകര്യങ്ങളൊന്നുമില്ല, ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ചോറൊക്കെ കിട്ടുമ്പോൾ കഞ്ഞിയാണെങ്കിലും മതി. എന്താ ടേസ്റ്റ്, ഉപ്പും കഞ്ഞിയും മാത്രം കിട്ടിയാലും മതി. അതെ, എന്തിനേറെ പറയുന്നു. നമ്മള് മേഘാലയക്ക് പോയപ്പോഴേ 3-4 ദിവസം ആ താറും കൊണ്ട് മേഘാലയ കറങ്ങിയിട്ട് തിരിച്ച് ലോറിയുടെ അടുത്ത് വന്നപ്പോഴത്തേനും. അതെ, കുഞ്ഞിക്കിളിയുടെ സന്തോഷം. അതുപോലെ ഇച്ചിരി കഞ്ഞി വെച്ചാൽ ഉപ്പ് ഒഴിച്ച് കിട്ടിയാൽ മതി, അച്ചാർ മാത്രം മതി എന്നൊക്കെയാ പറയുന്നത്. അല്ല, ചിക്കൻ ബിരിയാണി മതി. പുതിയൊരു ചേസ് പോകുന്നു, മിനി ബസ്സിൻ്റെ ആയിരുന്നു. മുമ്പേ പറഞ്ഞപ്പോഴേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയായിട്ട് ഇടിക്കാറില്ല. പിന്നെ ഈ 4 ലൈനിൽ കൂടുതലും അപകടങ്ങൾ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി വഴി തന്നെ കിടപ്പുണ്ടെന്ന് വെച്ചു, ആ വണ്ടി കാണാതെ വന്ന് അതിന്റെ പുറകിലിരിച്ചാണ് പിന്നെ കുറച്ച് അപകടങ്ങൾ ഉണ്ടാവാറുള്ളത്. അങ്ങനെ നമ്മൾ എന്തോരം അപകടം കണ്ടിട്ടുണ്ട്. അതെ, അതെന്നറിയോ, അത് ആ വണ്ടിയുടെ ബ്രേക്ക് ഡൗൺ ആയാലും എങ്ങനെയാലും ഇത് സൈഡിലേക്ക് മാറ്റിയിടാൻ മിക്ക ഡ്രൈവർമാരും ശ്രമിക്കാറില്ല. നമ്മുടെ അവിടെ ഉള്ളവരൊന്നും അല്ല, അല്ലാതെ ഉള്ളവർ ചിലപ്പം വേണമെങ്കിൽ അത് അത്യാവശ്യം സൈഡിലേക്ക് മാറ്റിയിടാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അവിടെ തന്നെ അങ്ങിട്ടേക്കും. പുറയിലല്ലെങ്കിൽ എന്നേലും അതിനുള്ള സൈൻ ബോർഡുകൾ വല്ലതും വെക്കുവോ, അതും ചിലപ്പോൾ ചെയ്യത്തില്ല. ഇഷ്ടം പോലെ ആട് നിൽക്കുന്നു. ആടിൻ്റെ സീസൺ ആവട്ടെ. നമ്മളിനി അങ്ങോട്ട് ചെല്ലുമ്പോഴെല്ലാം എല്ലാം ഒരുപാട് ആടുകളെ കാണും. ഇവിടെ വണ്ടി ഒതുക്കാൻ നല്ല ഇടം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ഇനി കഞ്ഞി കുടിച്ചിട്ടാണ് പോവാം. കാര്യമായിട്ട് വലിയ കറിയൊന്നും പ്രതീക്ഷിക്കില്ല ഇന്ന്. അത് കുഴപ്പമില്ല, അടുക്കളയൊക്കെ തുറന്നു. കഞ്ഞി എങ്ങനെ ഉണ്ട്? കഞ്ഞി വിസിൽ വന്നപ്പോൾ തുറന്നൊന്നുമില്ല, അതുപോലെ പടിയെടുത്ത് അതോട്ട് വെച്ചോണ്ടാ പോകുന്നത്. അല്ലേ, നല്ല
നല്ലപോലെ വെന്ത് റെഡി ആയിട്ടിരിക്കുന്നത്. ഒരാൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ട് ചൂട് കഞ്ഞി ഇച്ചിരി കുടിച്ചോട്ടോ. ഈ ഉറക്കക്ഷീണം എല്ലാം ഉണ്ടേ മാറിക്കോളും. ചൂട് കഞ്ഞി, രാവിലത്തെ പയറുശാല ഇരിപ്പുണ്ട്. അപ്പോൾ തോരനായില്ലേ? എനിക്ക് അച്ചാറും കഞ്ഞിയും മതി. അച്ചാറ്, പിന്നെ കണ്ണിമാങ്ങ അച്ചാറുണ്ട്, ചെറുപയർ തോരൻ. തോരനായിട്ടും ആ പിന്നെ ഉണ്ട് കറി, പപ്പടം ഇരിപ്പുണ്ട്. കഞ്ഞി അങ്ങോട്ട് കുടിക്കുമ്പോൾ എന്നാ സുഖം. അന്നേരം കഞ്ഞിയും കൂടെ വെച്ചോണ്ടല്ലേ ഇപ്പം കഞ്ഞി കുടിക്കാൻ പറ്റുന്നത്. ഇല്ല, അന്നേരം കഞ്ഞി വെച്ചോണ്ടല്ലേ. ഇവിടെയാണോ നല്ല കടയൊന്നുമില്ല അല്ലേ? കടകളെല്ലാം കണക്കാം. ഈ റൊട്ടിയല്ലേ കിട്ടുള്ളൂ. അതാ, കടയുണ്ട്, ധാബയൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ ഈ യാത്രയിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് പകുതി പ്രശ്നങ്ങളും ഇല്ല. കടയിൽ കഴിച്ചതാണെങ്കിൽ വലിയ പാടാണ്. കുറച്ചൊക്കെ കഴിക്കാം. 2 ദിവസം ഫുഡ് ഉണ്ടാക്കി 2-3 ദിവസം ഉണ്ടാക്കിയിട്ട് 1 ദിവസം വേണം കടയിൽ കഴിക്കാം. അതെ, കഞ്ഞികൂടിയൊക്കെ കഴിഞ്ഞു. നീ കഞ്ഞി ഒരു കാര്യം ചെയ്യാം, എടുത്ത് നമുക്ക് ക്യാബിനകത്ത് വെക്കാം. അതാകുമ്പോൾ നല്ല തണുത്തിരുന്നോളൂ. അപ്പോഴേ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ തുംഗഭദ്ര ഡാം. അപ്പം അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.